ഒരു 6-7 മണിക്കൂറിന് ശേഷം അമൃത്സറിലെത്തി. അവിടുന്ന് ഒരു ബസ്സിന് വേണം ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരും ഊബറും ഓട്ടോന്ന് പിടിച്ച് പോവാൻ നിൽക്കരുത്. അവരെന്നെ സ്പോൺസർ ചെയ്യുന്ന ഫ്രീ ബസ് ഉണ്ട് അവിടെ. ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവരെന്തൊക്കെയും മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടാവും. അനക്കൊരു മാങ്ങി മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെറുങ്ങനെ എന്നൊക്കെ ഒരു സൗണ്ട് ഇങ്ങനെ പുറപ്പെടുവിക്കും. അതാകുമ്പോൾ കൂട്ടത്തിൽ തെറ്റിയാലും മനസ്സിലാവില്ല. അങ്ങനെ ചെറിയൊരു ബസ് യാത്രയ്ക്ക് ശേഷം ഞാൻ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ തന്നെ സിഖ് സമൂഹത്തിലെ ആദ്യത്തെ രാജാവായിരുന്ന മഹാരാജ രഞ്ജിത് സിംഗിന്റെ ഒരു ബിംബത്തെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ സൺഡേ അവിടെ എത്തിയോണ്ടും സൺഡേ ഹോളിഡേ ആയോണ്ടും സിഖന്മാരെല്ലാരും കൂടി രാവിലെ തന്നെ ഷോപ്പ് തുറന്നിട്ടുണ്ട്. അതുപോലെ നല്ല റഷ് ഉണ്ട്. കുറെ നടന്നിട്ടും ബാഗൊക്കെ തൂക്കി പിടിച്ചിട്ട് എന്റെ ആരോഗ്യം അങ്ങോട്ട് ഇല്ലാണ്ടായിന്. അതുകൊണ്ട് ഞാൻ കുങ്കുമിട്ട പാലും ഒരു ഗ്ലാസ് ലസ്സിയൊക്കെ അങ്ങോട്ട് കയറ്റി കുറച്ച് ഉഷാറാവട്ടെ. അങ്ങനെ ഗോൾഡൻ ടെമ്പിൾ വേണ്ട സെയിം ആഗ്രയിലുള്ള ഗുരുദ്വാർ പോലെ തന്നെയാണ്, പക്ഷേ എങ്കിൽ കുറച്ചും കൂടി വലിയതാണ്. ആ ഗോൾഡൻ കളറിൽ കാണുന്നതാണ് എക്സാക്ട് അവരുടെ ടെമ്പിൾ. ശരിക്കും ഇവര് ചെയ്യുന്ന പരിപാടി അടിപൊളിയാണ്. ഇവർ കാരണം ഒരുപാട് ആൾക്കാർക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. ഇവർക്ക് അതിഥികൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇവരുടെ ആ ഒരു കൾച്ചർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇവരുടെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒന്നും ഒരു തേങ്ങ മനസ്സിലായില്ലെങ്കിലും എവിടേക്ക് എന്തോ ഒരു രസമാണ്. ഗുരുദ്വാരയിലുള്ള സെയിം സംഭവം ഇവിടെയും ഉണ്ട് ഫുഡ് കൊടുക്കല്. ഞാൻ പോയ അന്ന് ഇവരുടെ ഒരു ഗുരുവിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് എനിക്ക് പായസവും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. തിന്നുന്ന ആക്രാന്തത്തിൽ വീഡിയോ എടുക്കാൻ മറന്നുവരാം. ടെമ്പിളിലെ ക്ലോക്ക് റൂമിൽ എന്റെ സാധനങ്ങളൊക്കെ സേഫായി വെച്ചിട്ട് ഒന്ന് തെണ്ടാൻ ഇറങ്ങി. അതിന്റെ അടുക്ക് എവിടുന്നോ എനിക്ക് നാട്ടിലൊരു ചെറിയൊരു നൊസ്റ്റാൾജിക്കൽ സ്മെല്ല്. ആ മണവും മണപ്പിച്ച് ഞാൻ പോയപ്പം അണ്ണന് ചട്ടിയിൽ മാഗി ഇട്ട് ഇളക്കുന്നു. ചപ്പാത്തി നിന്ന് ചപ്പാത്തി പോലെ ആയ എനിക്ക് മാഗി കണ്ടപ്പം ഒറാങ്കുട്ടന് മന്തി കിട്ടിയ അവസ്ഥയായിരുന്നു. പിന്നെ ഒരു പോത്തകം ഗ്ലാസ്സിൽ ചങ്ങായി കുറച്ച് ഓറഞ്ച് ജ്യൂസും തോന്നി. ഈ ജ്യൂസിന്റെ അമൗണ്ട് ചങ്ങായി ഹിന്ദിയിൽ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. കൂടിപ്പോയാൽ നമ്മളെ നാട്ടിലൊക്കെ ഒരു 100 റുപ്യ 150 റുപ്യ ആണല്ലോ. അങ്ങനെ ആക്രാന്തം പിടിച്ചൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഒരു 100 റുപ്യ മടക്കിയിട്ട് സിക്കന്റെ കയ്യിൽ ഞാൻ കൊടുത്തു. അണ്ണൻ എന്നോടൊപ്പം ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ചേഞ്ച് ഇല്ലായിട്ട് അണ്ണൻ ഹിന്ദിയിൽ മോങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞു വേണ്ട അണ്ണാ, ചേഞ്ച് ഒന്നും വേണ്ട, നിങ്ങൾ വെച്ചോ, ഇതൊക്കെ മലയാളികളുടെ ഒരു സന്തോഷമാണ്. പിന്നെ അണ്ണന്റെ സൗണ്ട് ഒന്ന് മാറാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണേ. എടാ കിണർ പോലത്തെ ഗ്ലാസ്സിൽ വെള്ളം കൂട്ടി ഒഴിച്ച ആ ഓറഞ്ച് കളർ വെള്ളത്തിന് 300 റുപ്യ പോലും. ബാക്കി 200-നാണ് ഈ അണ്ണനാടുന്ന് കൊരക്കുന്നത്. ആ പൈസ കിട്ടിട്ട് എന്റെ കിഡ്നി വരെ നെട്ടിപ്പോയി. പിന്നെ അവനോട് അടിയേനാണെങ്കിൽ എനിക്ക് ഹിന്ദിയും അറിയില്ല. അതുകൊണ്ട് ഞാൻ ആ അണ്ണൻ തമ്പയ്ക്ക് ബാക്കി 200 റുപ്യയും കൊടുത്ത് നമ്മളെ പച്ച മലയാളത്തിൽ കുറച്ച് തെറിയും പറഞ്ഞിട്ട് ലാസ്റ്റ് സ്നേഹത്തോടെ താങ്ക് യു എന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വേഗം സൂട്ടായി. അങ്ങനെ സൂട്ടായിട്ട് ഞാൻ പോയതാണ് വാഗാ ബോർഡർ ആണ്. അതാകെ 1/2 മണിക്കൂറാൻ പറ്റേ ഉള്ളൂ. അതൊക്കെ കണ്ടിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ചപ്പാത്തി നെനിയും ഉണങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ലക്ഷറി ഹോട്ടലിൽ കയറിയത്. ആടെയാണെങ്കിൽ ഭാഗ്യത്തിന് നാനിന് പൈസ കുറവുണ്ട്. അങ്ങനെ അവിടുന്ന് നല്ല ബട്ടറിൽ കുതിർത്തെടുത്ത ഞാനും പനീർ കറിയും കഴിച്ചു. അങ്ങനെ നല്ല ടേസ്റ്റിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങി. തണുപ്പ് നല്ലപോലെ കൂടിയോണ്ട് ഡ്രസ്സിന്റെ മുകളിൽ കുറെ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് എന്നെ തന്നെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. വീണ്ടും നേരം പോലെ തെണീച്ച ചപ്പാത്തിയും കഞ്ഞിയും പയറും കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ ഇരുന്നപ്പം എന്റെ കണക്കുകൂട്ടലൊക്കെ അങ്ങോട്ട് തെറ്റാൻ തുടങ്ങി. എന്താ തെറ്റിയെന്ന് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പൊ ശരി, ബൈ.